Hi students, welcome back to our zoology class. Today's our topic is about the industrial melanism. Industrial melanism. It is a supporting evidences for proving the evolution by natural selection. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നാച്ചുറൽ സെലക്ഷൻ ഡിസ്കസ് ചെയ്തില്ല. വാട്ട് ഈസ് മീൻ ബൈ നാച്ചുറൽ സെലക്ഷൻ? ചാൾസ് ഡാർവിൻ്റെ സീ വോയേജിൽ അദ്ദേഹം ഒബ്സർവ് ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്തൊരു പ്രതിഭാസമാണ് നാച്ചുറൽ സെലക്ഷൻ. വാട്ട് ഈസ് മീൻ ബൈ നാച്ചുറൽ സെലക്ഷൻ? നാച്ചുറൽ സെലക്ഷൻ മീൻസ് ദോസ് ഓർഗാനിസംസ് വിൽ സർവൈവ്. ഏത് ഓർഗാനിസംസുമാണോ സർവൈവ് ചെയ്യുന്നത്, അതായത് പല അഡ്വേഴ്സ് കണ്ടീഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും ഏത് ലൈഫ് ഫോംസ് ആണോ ഏത് ഓർഗാനിസംസ് ആണോ സർവൈവ് ചെയ്യാൻ സാധിച്ചത്, ദാറ്റ് ഓർഗാനിസംസ് ആർ സെലക്റ്റഡ് ബൈ ദ നേച്ചർ. അല്ലേ? കൂടുതൽ പ്രോജനി ഉണ്ടായാലും എത്ര പ്രോജനി ഉണ്ടായിക്കഴിഞ്ഞാലും എല്ലാ പ്രോജനീസും സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്രോജനീസുകൾ ചത്തൊടുങ്ങും. അപ്പോൾ പക്ഷേ കുറച്ച് ഓർഗാനിസംസിന് എല്ലാ അഡ്വേഴ്സ് കണ്ടീഷനെയും സർവൈവ് ചെയ്യാൻ സാധിച്ചാൽ ദാറ്റ് ആർ സെലക്റ്റഡ് ബൈ നേച്ചർ. ദിസ് ഈസ് കോൾഡ് നാച്ചുറൽ സെലക്ഷൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പം നാച്ചുറൽ സെലക്ഷനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു എവിഡൻസസ് ആണ് ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്നത്. പ്രത്യേകം ആ കാര്യം ഓർത്തിരിക്കുക. ഇൻഡസ്ട്രിയൽ മെലാനിസം ഇസ് എ സപ്പോർട്ടിംഗ് എവിഡൻസസ് ഫോർ പ്രൂവിങ് നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ ആ ടേമിൽ തന്നെ ഇൻഡസ്ട്രിയൽ മെലാനിസം. ഇൻഡസ്ട്രിയൽ മെലാനിസം മീൻസ് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതിന് ശേഷം നടന്നത്. ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ, ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ത് നടന്നു, ഇതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അത് ഇംഗ്ലണ്ടിൽ, അപ്പോൾ ചാൾസ് ഡാർവിൻ തന്നെയാണ് ഇത് പ്രപ്പോസ് ചെയ്യുന്നതെങ്കിലും ഇംഗ്ലണ്ടിലെ കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. പ്രത്യേകിച്ചും എ ഗ്രൂപ്പ് ഓഫ് മോത്തിൻ്റെ കാര്യത്തിൽ, ഗ്രൂപ്പ് ഓഫ് മോത്ത്സിൻ്റെ കാര്യത്തിലാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മൾ ശ്രദ്ധിച്ചോളൂ, ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ സപ്പോർട്ടിങ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ ദാറ്റ് കം ഫ്രം ഇംഗ്ലണ്ട്. അണ്ടർലൈൻ ചെയ്തിട്ട് ഇംഗ്ലണ്ട് എന്നുള്ള പോയിന്റ്. ആൻഡ് ഇൻ എ കളക്ഷൻ ഓഫ് മോത്ത് മെയ്ഡ് ഇൻ 1850s. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്, അത് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഇൻ എ കളക്ഷൻ ഓഫ് മോത്ത് മെയ്ഡ് ഇൻ 1850 എന്ന് പറയുന്നത് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷനിൽ അദ്ദേഹം ഒബ്സർവ് ചെയ്തത് മോർ വൈറ്റ് വിങ്ങഡ് മോത്ത് ഓൺ ട്രീസ് ദാറ്റ് ഡാർക്ക് വിങ്ങഡ് ഓർ മെലനൈസ്ഡ് മോത്താണ്. അപ്പോൾ ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷന് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് മോർ വൈറ്റ് വിങ്ങഡ് മോത്താണ്. എന്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ പ്രത്യേകത? ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് വെച്ചാൽ അത് ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാവും. അല്ലേ? പൊല്യൂഷൻ. ഇപ്പോൾ ഇവിടെ ഒരു ട്രീ ട്രങ്കിലാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. ട്രീ ട്രങ്ക് ദാറ്റ് ഈസ് ഫുള്ളി കവേർഡ് ബൈ വൈറ്റ് ലൈക്കൻസ്. വാട്ട് ഈസ് എ ലൈക്കൻ? ലൈക്കൻ വിൽ നോട്ട് ഗ്രോ ഇൻ എ പൊല്യൂട്ടഡ് ഏരിയയിലും ഒരിക്കലും വളരാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ബോട്ടണി പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ആ ഒരു ഗ്രൂപ്പാണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. പൊല്യൂഷൻ്റെ ഇൻഡിക്കേറ്ററാണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ ഉള്ള ഏരിയയിൽ ഈ പൊല്യൂഷന് അല്ലെങ്കിൽ ലൈക്കൻസ് വൈറ്റ് കളർ അല്ലെങ്കിൽ അതിൻ്റെ ആ ആക്ച്വൽ കളർ അത് കാണപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ മോർ വൈറ്റ് വിങ്ങഡ് മോത്താണ്. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു വെച്ചാൽ കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ടിലാണ്. ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷന് എന്താണ് കൂടുതലുള്ളത്? അവിടെ വൈറ്റ് ലൈക്കൻസ് ആയിരിക്കുള്ളൂ. ആ ട്രീ ട്രങ്ക് ഫുള്ളി കവേർഡ് വിത്ത് വൈറ്റ് ലൈക്കൻസ്. അതായത് യാതൊരുവിധ ഡസ്റ്റ് പാർട്ടിക്കിൾസോ കോൾ പാർട്ടിക്കിൾസോ ഒന്നും ആ ട്രീ ട്രങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ അതിനുള്ളിൽ ആ വൈറ്റ് ലൈക്കൻസിനുള്ള ഡാർക്ക് വിങ്ങഡ് മോത്ത് വന്നിരുന്നാൽ അതിനെ പ്രഡേറ്റേഴ്സിന് ഈസി ആയിട്ട് പിക്കപ്പ് ചെയ്യാൻ സാധിക്കും. ബട്ട് വൈറ്റ് വിങ്ങഡ് മോത്താണെങ്കിലോ അതിന് പ്രഡേറ്റേഴ്സിന് ഈസി ആയിട്ട് പിക്കപ്പ് ചെയ്യാം. ബിക്കോസ് കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ടാണ്. അവിടെ ഓൾറെഡി ഉള്ള ബാക്ക്ഗ്രൗണ്ടിനോട് ചേർന്ന കളറാണ് വൈറ്റ് വിങ്ങഡ് മോത്തിന്. അതുകൊണ്ട് പ്രഡേറ്റേഴ്സിന് കണ്ണിൽ അത് പെടില്ല. സോ ഇത് നമ്പർ ഓഫ് വൈറ്റ് വിങ്ങഡ് മോർ ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷന് വൈറ്റ് വിങ്ങഡ് മോത്താണ്. അതേസമയം ഇൻ ദ കളക്ഷൻ ക്യാരിഡ് ഔട്ട് ഫ്രം ദ സെയിം ഏരിയ ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ, ദാറ്റ് ഈസ് ഇൻ 1920, ദർ വർ മോർ ഡാർക്ക് വിങ്ങഡ് മോത്ത് ഇൻ ദ സെയിം ഏരിയ. ദാറ്റ് ഈസ് പ്രൊപ്പോർഷൻ വാസ് റിവേഴ്സ്ഡ്. അതേസമയം നോക്കിക്കേ, 1850s ഈ വൈറ്റ് വിങ്ങഡ് മോത്ത്, അതാണ് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞ പീരീഡ്. ആഫ്റ്റർ 1920 എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ ശേഷമുള്ള പീരീഡാണ്. ആ സമയം അദ്ദേഹം ഒബ്സർവ് ചെയ്തത് ഡാർക്ക് വിങ്ങഡ് സെയിം ഏരിയയിൽ സെയിം ട്രീ ട്രങ്കിൽ ഡാർക്ക് വിങ്ങഡ് മോത്താണ് കൂടുതലുണ്ടായിരുന്നത്. എന്താണ് അതിൻ്റെ റീസൺ?
ബിക്കോസ് ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പം ആ ട്രീ ട്രങ്കിനെ കവർ ചെയ്തിരിക്കുന്ന വൈറ്റ് ലിഗൻസ് ദാറ്റ് ഈസ് ഫുള്ളി കവേർഡ് വിത്ത് ഡസ്റ്റ് ഓർ എനി അതർ പാർട്ടിക്കിൾസ്. അപ്പോൾ അത് ഡാർക്ക് ഏരിയ ആയി അല്ലേ. ആ ഒരു പർട്ടിക്കുലർ റീജിയൻ, ആ ട്രീ ട്രങ്കിൽ ഫുള്ള് പൊല്യൂട്ടഡ് മെറ്റീരിയൽസ് പാർട്ടിക്കിൾസ് വന്ന് പറ്റി പിടിച്ചിരിക്കുന്നത് കൊണ്ട് അത് ഫുള്ള് ചെളി നിറഞ്ഞ് അല്ലെങ്കിൽ കരി നിറഞ്ഞ് ഏകദേശം ഒരു ബ്ലാക്കിഷ് കളറായിട്ടുണ്ടാവും. അപ്പോൾ ഈ വൈറ്റ് വിങ്ങഡ് മോത്ത് അവിടെ വന്നിരിക്കുമ്പോൾ ഈസി ആയിട്ട് പ്രൊഡേറ്റേഴ്സിന് പിക്കപ്പ് ചെയ്യാൻ പറ്റും. ഡാർക്ക് വിങ്ങഡ് മോത്തിനെ ഈസി ആയിട്ട് പിക്കപ്പ് ചെയ്യാൻ സാധിക്കില്ല. സോ നാച്ചുറലി നമ്പർ ഓഫ് ഡാർക്ക് വിങ്ങഡ് മോത്ത് increased after industrialization. The next paragraph ശ്രദ്ധിച്ചോളൂ. The explanation put forth for this observation was that predators will spot a moth against a contrasting background. അണ്ടർലൈൻ ചെയ്തിട്ടാ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് predators will spot a moth. പ്രഡേറ്റേഴ്സിന് മോത്തിനെ സ്പോട്ട് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? എഗെയിൻസ്റ്റ് എ കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ. വൈറ്റ് വിങ്ങഡ് മോത്തിനെ ഈസി ആയിട്ട് പിക്കപ്പ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. അതുകൊണ്ടാണ് ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം വൈറ്റ് വിങ്ങഡ് മോത്തിനെ ഈസി ആയിട്ട് പിക്കപ്പ് ചെയ്യുന്നു. നമ്പർ ഓഫ് ഡാർക്ക് വിങ്ങഡ് മോത്ത് കൂടി. ഓക്കെ. ഡ്യൂറിങ് പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ പീരിയഡ് ദ ട്രീ ട്രങ്ക് ബിക്കം ഡാർക്ക് ഡ്യൂ ടു ഇൻഡസ്ട്രിയൽ സ്മോക്ക് ആൻഡ് സൂട്ട്. ഉണ്ടാ ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ പീരീഡിൽ ട്രീ ട്രങ്ക് ഫുള്ള് ഡാർക്കായി. എന്തുകൊണ്ട്? ആ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന സ്മോക്ക്, സൂട്ട് ഇതൊക്കെ കാരണം. അണ്ടർ ദിസ് കണ്ടീഷൻ വൈറ്റ് വിങ്ങഡ് മോത്ത് ഡിഡ് നോട്ട് സർവ് ഡ്യൂ ടു പ്രഡേറ്റേഴ്സ്. ഈ സമയത്ത് വൈറ്റ് വിങ്ങഡ് മോത്തിനെ ആയിരിക്കും ഈസി ആയിട്ട് പ്രഡേറ്റേഴ്സിന് പിക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഡാർക്ക് വിങ്ങഡ് മോത്ത് സർവൈവ് ചെയ്തു. ഡാർക്ക് വിങ്ങഡ് മോത്ത് സർവൈവ്. ഇതാണ് പോയിന്റ്. നാച്ചുറൽ സെലക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഇവിടെ വന്നിരിക്കുന്നത് വൈറ്റ് വിങ്ങഡ് മോത്തിന് സർവൈവ് ചെയ്യാൻ സാധിച്ചില്ല. ബിക്കോസ് അതിന് ഈസി ആയിട്ട് ആർക്ക് പിക്കപ്പ് ചെയ്യാൻ സാധിച്ചു? പ്രഡേറ്റേഴ്സിന്. എന്തുകൊണ്ട്? അവയുടെ കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഡാർക്ക് കളറാണ്. സോ വൈറ്റ് വിങ്ങഡിനെ ഈസി ആയിട്ട് അവർക്ക് കാണാനായിട്ട് സാധിക്കും. ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ സെറ്റ് ഇൻ തിക്ക് ഗ്രോത്ത് ഓഫ് ഓൾമോസ്റ്റ് വൈറ്റ് കളർഡ് ലൈക്കനായിരുന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് ട്രീ ട്രങ്ക് ഫുള്ള് കവേർഡ് വിത്ത് എന്താണ്? ലൈക്കൻസ്, വൈറ്റ് കളർഡ് ലൈക്കൻസ് ആണ്. അപ്പം ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ വൈറ്റ് വിങ്ങഡ് മോത്ത് സർവൈവ്. ആ സമയത്ത് വൈറ്റ് വിങ്ങഡ് മോത്ത് സർവൈവ് ചെയ്തു. ബിക്കോസ് അവയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? വൈറ്റ് കളർഡ് ലൈക്കനാണ്. അതുകൊണ്ട് വൈറ്റ് വിങ്ങഡ് മോത്തിനെ ഈസി ആയിട്ട് പ്രഡേറ്റേഴ്സിന് കാണാൻ സാധിക്കില്ല. ബട്ട് ദ ഡാർക്ക് കളേർഡ് മോത്ത് വെർ പിക്ക്ഡ് ഔട്ട് ബൈ പ്രഡേറ്റേഴ്സ്. പക്ഷേ ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷന് ഡാർക്ക് കളേർഡ് മോത്തിനെയാണ് കൂടുതൽ പ്രഡേറ്റേഴ്സ് പിക്കപ്പ് ചെയ്തത്. ഓക്കെ. ദ ലൈക്കൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട് നിങ്ങൾ ബോട്ടണി പഠിക്കുന്നതാണ്. ലൈക്കൻസ് is used as industrial pollution indicator. They will not grow in area that are polluted. Polluted area ഒരിക്കലും വളരുന്നതല്ല ലൈക്കൻസ്. Hence, moth that were able to camouflage themselves, that is, hide in the background, survived. അതുകൊണ്ട് തന്നെ ഈ മോത്ത് അതിനനുസരിച്ച് ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഹൈഡ് ചെയ്താലും സർവൈവ് ചെയ്യുന്നു. This understanding is supported by the fact that in area where industrialization did not occur, example in a rural area, the count of melanic moth was low. This showed that in a mixed population, those that can better adapt survive and increase in population size. അതാണ് ഇവിടുത്തെ പോയിന്റ്. മിക്സഡ് പോപ്പുലേഷനല്ല, ഏതിനാണോ കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് അവ സർവൈവ് ചെയ്യുകയും അതിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ദാറ്റ്സ് എ നാച്ചുറൽ സെലക്ഷൻ. പിടികിട്ടി എല്ലാവർക്കും? നാച്ചുറൽ സെലക്ഷന്, what is a natural selection? Those organisms survive or they will get better fit for the environment that is selected by the nature. That is a natural selection എന്ന് പറയുന്നത്. നാച്ചുറൽ സെലക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നൊരു എവിഡൻസസ് ആണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. That was observed by Charles Darwin. Where he observed in England. Englandലെ which area? In a particular area. There he observed the time that is before industrialization. The period is before industrialization and after industrialization. He observed as a group of മോത്തിലാണ് അദ്ദേഹം ഈ ഒബ്സർവേഷൻ നടത്തിയത്. ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടോ.